ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് മൂകാംബികയാണ്. നമുക്ക് രാവിലെ 8 മണിക്കുള്ള ദീപാരാധന തൊഴണം. അതിന് വേണ്ടിയിട്ട് റെഡിയായതാണ്. അപ്പം സമയമില്ല, പെട്ടെന്ന് അമ്പലത്തിലോട്ട് പോകാം. മൂകാംബിക ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങി. മൂകാംബികയുടെ ഡീറ്റെയിൽ വീഡിയോ ഞങ്ങൾ എടുക്കുന്നില്ല, ഞങ്ങൾ ഓൾറെഡി മൂകാംബികയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കുടജാത്രി യാത്രയാണ്. അപ്പോൾ നമുക്ക് ഇനി ഫുഡ് കഴിക്കണം. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്: പൂരി, പിന്നെ ഇത് ഇവരുടെ സെറ്റ് ദോശ. അത് കൊള്ളാം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം. അപ്പം ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. അതായത് മൂകാംബികയിൽ നിന്ന് നമുക്ക് ജീപ്പ് കിട്ടും, ജീപ്പ് സർവീസ് ഉണ്ട് കുടജാത്രി വരെ. അപ്പോൾ ഇവിടെ നമുക്ക് ആക്ച്വലി 38 കിലോമീറ്ററാണ് മൂകാംബികയിൽ നിന്ന് കുടജാത്രി വരെ. അപ്പോൾ ഈ 38 കിലോമീറ്ററിൽ 30 കിലോമീറ്റർ നമ്മളെ വണ്ടി പോകുന്ന റോഡ് തന്നെയാണ്. അപ്പോൾ ഈ ജീപ്പിനകത്തുള്ള ഈ 30 കിലോമീറ്റർ യാത്ര കുറച്ച് ടഫാണ്. നമ്മൾ ഭയങ്കരമായിട്ട് ഒലഞ്ഞു പോകും. അപ്പോൾ ഞാൻ പണ്ടൊരിക്കൽ പോയപ്പം മനസ്സിലാക്കിയൊരു കാര്യമാണ്, ഈ ആദ്യത്തെ 30 കിലോമീറ്റർ യാത്രയാണ് നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞുള്ളത് മറ്റേ ഹൈ റേഞ്ചാണ്. അപ്പോൾ അവിടെ ജീപ്പ് പതുക്കെ പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് വലിയ പ്രശ്നം ഫീൽ ചെയ്യില്ല. പക്ഷേ ഇവിടുത്തെ ഇവന്മാരുടെ ഓട്ടിപ്പ് വലിയ വിഷയമാണ്. ഈ കുടജാത്രി പോകുന്ന റൂട്ടിലെ നമുക്ക് നല്ല കാടിന്റെ ഫീൽ കിട്ടും. നമുക്ക് 30 കിലോമീറ്റർ ആണ് പോകാനുള്ളത്. അതിലെനിക്ക് തോന്നുന്നു 22-23 കിലോമീറ്റർ ഈ റോഡിൽ കൂടെ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ റൈറ്റ് എടുത്ത് പോകണം. അവിടെ ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ റേഞ്ച് ഒന്നും ഇല്ല, മൊബൈൽ റേഞ്ച് ഒന്നും കാണിക്കുന്നില്ല. വണ്ടികൾ വരണണ്ട. ഈ ജീപ്പെല്ലാം കുടജാത്രിയിൽ നിന്ന് വരുന്ന ജീപ്പാണ്. നമ്മൾ ഭയങ്കര കാട്ടിനകത്തൂടെയാണ് ഇപ്പോൾ പോണത് കേട്ടോ. അങ്ങനെയല്ല, ജീപ്പുകൾ ചില ജീപ്പുകളെല്ലാം കുടജാത്രി പോയിട്ട് പോണതായിരിക്കും. അല്ലാതെ പോണ വണ്ടികൾ ചിലപ്പോൾ മൂകാംബികോട്ട് വരുന്ന വണ്ടികളായിരിക്കും. ഈ ഹൈദരാബാദ്, ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരാൻ എളുപ്പം ഈ റൂട്ടാണ്. അപ്പോൾ അങ്ങനത്തെ വണ്ടികളും ഉണ്ടാവും. ഈ പോണ ജീപ്പ് ഫ്രണ്ടിൽ നിന്ന് പോണില്ലേ, ഈ ജീപ്പൊക്കെ മറ്റേ കുടജാത്രി പോകുന്ന ജീപ്പാണ്. ചെന്നൈയിൽ നിന്ന് നമ്മള് ഇത് വഴിയാണ് വന്നത്. ആ റോഡ് ഈ വീതി ഉണ്ടായിരുന്നു അന്ന്. ഈ ഇത്രയും ഈ വീതിയൊക്കെ അന്ന് റോഡിനുണ്ടായിരുന്നു. ഇത് കുറെ കാലം കൊണ്ട് ഇങ്ങനെ ഉണ്ട്. പക്ഷെ റോഡ് ഇടയ്ക്കിടയ്ക്ക് ഡാമേജും ഉണ്ട്. റോഡ് പണ്ട് തൊട്ടേ ഇങ്ങനെ തന്നെയാണ് ഈ റോഡ്. ഇതുവഴി ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്. ഇവിടെ കണ്ട കോൺക്രീറ്റ് റോഡാണ്. കാരണം ഇവിടെ ടാറ് കിടക്കത്തില്ല. ഇവിടെ ഈ ഗുഹയ്ക്കകത്തൂടെ പോണ ഒരു ഫീലാണ് ഈ സ്ഥലം എത്തുമ്പോൾ. കാരണം അത്രയും മരം തിക്കായിട്ടാണ് നിൽക്കുന്നത്. 12 കിലോമീറ്ററോളം കവർ ചെയ്ത് അവിടെ നിന്ന് മൂകാംബികയിൽ നിന്ന് തിരിച്ചിട്ട് ഇപ്പം നമ്മൾ ഈ ഹൈ റേഞ്ച് കയറിക്കൊണ്ടിരുന്നില്ലേ, അത് കഴിഞ്ഞ് നമ്മളടുത്ത് ഇറങ്ങാൻ തുടങ്ങി. നമുക്ക് ചെറുതായിട്ടൊന്ന് പണി പാളിയിട്ടുണ്ട് കേട്ടോ. എത്ര ദൂരമാണെന്ന് അറിയില്ല. റോഡ് പണി നടക്കുന്നുണ്ട്. ഈ മണ്ണെല്ലാം ഇടിച്ച് റോഡിൽ ഇട്ടിരിക്കുവാണേ. ഒരു 100-200 മീറ്റർ മാത്രമേ ആ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും റോഡ് ശരിയായി. ഞാൻ വിചാരിച്ചത് ഇനി ഫുൾ അങ്ങോട്ട് മണ്ണിൽ കൂടെ പോകേണ്ടി വരുമെന്നാണ് വിചാരിച്ചത്. എന്താണ് പേര്? ഹൊളഗാരു സ്ഥലത്തിന്റെ പേര്. അപ്പം നമ്മൾ വീണ്ടും ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് എടുത്താണ് പോകാനുള്ളത് കേട്ടോ. മൂകാംബികയിൽ നിന്ന് തിരിച്ചിട്ട് നമുക്ക് 22 കിലോമീറ്റർ പോയതിന് ശേഷമാണ് ഈ റൈറ്റ് എടുക്കേണ്ടത് കുടജാത്രിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ എല്ലാം ഈ റൈറ്റ് എടുക്കുന്ന സ്ഥലത്തും ഇതിനും തൊട്ട് മുന്നേ ഇവിടെ നിന്ന് 1 കിലോമീറ്റർ മുന്നേ ഒരു നിട്ടൂർ എന്ന് പറഞ്ഞിട്ട് ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ എല്ലാം ജീപ്പുകൾ അവൈലബിൾ ആണ്. അപ്പം ഈ കുടജാത്രി പോകാൻ വരണവർ പ്രത്യേകം ശ്രദ്ധിക്കുക. മൂകാംബിക ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ജീപ്പ് എടുത്ത് വരണമെന്നില്ല. നമുക്ക് ഇവിടെ വന്നിട്ട് ഈ നെട്ടൂറും പിന്നെ ഈ നമ്മളെ ഈ കുടജാദ്രിയിലോട്ട് തിരിയുന്ന ആ സ്ഥലത്തും എല്ലാം ജീപ്പുകൾ അവൈലബിൾ ആണ്. അവിടെ മറ്റിടത്തുള്ള അത്രയും റേറ്റ് ഉണ്ടാവില്ല. അതായത് മൂകാംബിക എന്ന് വരണമെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 3200-3500 എങ്ങാണ്ടാണ് ഒരു ജീപ്പിന്റെ റേറ്റ് വരുന്നത്. ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2000 രൂപയ്ക്ക് നമുക്ക് വരാൻ പറ്റും. അപ്പോൾ ഒരു 20-25 കിലോമീറ്റർ നമ്മളെ വണ്ടിയിൽ തന്നെ നമ്മൾ ട്രാവൽ ചെയ്ത് വരണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ റോഡ് നമുക്ക് ട്രാവൽ ചെയ്ത് റോഡ് തന്നെയാണ്. ഇവിടെ മറ്റേ ഹൈ റേഞ്ച് ഓഫ് റോഡ് ടൈപ്പ് റോഡല്ല. ഇവിടെ നമ്മൾ കുറച്ച് ദൂരം കൂടെ ഇനി ഒരു 7-8 കിലോമീറ്ററോടെ പോയി കഴിയുമ്പോൾ നമുക്ക് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കാട്ടിനകത്തൂടെ ഉള്ള ഓഫ് റോഡ് ട്രെയിൽ തന്നെയാണ്. അവിടെ നമുക്ക് ജീപ്പിൽ പോകണം. അപ്പോൾ അതുവരെ നമ്മളെ വണ്ടി പോകാൻ പറ്റും. പലരും ഇത് അറിഞ്ഞുകൂടാതെ തന്നെ മൂകാംബികയെ ജീപ്പ് എടുത്ത് വരും. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കുന്നുണ്ട്. ഇവിടെ നല്ല രസമുണ്ടല്ലേ ഇവിടെ ഈ റോഡും രണ്ട് സൈഡിലുള്ള മരങ്ങളും ബാക്ക്ഗ്രൗണ്ടിലെ മരവും ഒക്കെ ആയിട്ട് നല്ല ഫ്രെയിം, അടിപൊളി. നല്ല രസമുണ്ടല്ലേ റോഡ്. വീതി കുറഞ്ഞ റോഡാണ്. വളഞ്ഞ് പൊളഞ്ഞ് കയറ്റം കയറുന്നു, ഇറങ്ങുന്നു.
നല്ല രസമുണ്ട്. ഇതൊക്കെ പ്ലാന്റേഷൻ ആണ്, കണ്ട കമുകാണ് കൃഷി. കണ്ട കണ്ട ഫുൾ കംപ്ലീറ്റ് കമുക് കൃഷിയാണ്. വളരെ സൂക്ഷിച്ചാണ് ഡ്രൈവ് ചെയ്യാൻ. വേറെ ഒന്നുമല്ല, ഈ ജീപ്പുകൾ പറന്നു വരും. ഈ ഊട്ടി മൂന്നാറൊക്കെ പോയിട്ട് അവിടുത്തെ ഈ ഉൾ ഗ്രാമങ്ങളിൽ കൂടെ പോകുമ്പോൾ ഉള്ള ഒരു ഫീലാണിത്. ഇതുപോലത്തെ വീതി കുറഞ്ഞ റോഡും വളഞ്ഞ് പൊളഞ്ഞ് ഒരു മലയുടെ സൈഡിൽ കൂടെ ഉള്ള റോഡും. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് കട്ന ഹോൾ എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ വരുമ്പോൾ തന്നെ ജീപ്പ് ഇവിടെ 1500 രൂപയാണ് ഇവിടെ നിന്നുള്ള ജീപ്പിൻ്റെ ഫെയർ. ഈ ജീപ്പിലാണ് നമ്മൾ പോകാൻ പോണത്. എന്താ പേര്? സതീഷ്. അപ്പോൾ നമുക്ക് പോവാം. നമ്മളിവിടെ ജീപ്പിൽ കുടജാത്രയ്ക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല പൊടിയുണ്ട്. ഇവിടെ റോഡ് പണി നടക്കുവാണ്. ഇവിടെ കുറേ ദൂരം കൂടെ നല്ല റോഡ് അവർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് അമ്മ യാത്ര? കൊള്ളാം അല്ലേ? ഇവിടെ നിന്നൊരു 40 മിനിറ്റ് വേണമെന്നാണ് പറഞ്ഞത് ഇവിടെ എത്താൻ വേണ്ടി. അപ്പം നമ്മൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഫോറസ്റ്റിന്റെ എൻട്രി പാസ് എടുത്തിട്ട് അവിടെ തിരിച്ചു ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ചാർജ് പെർ പേഴ്സൺ 50 റുപ്പീസാണ്. വെഹിക്കിൾ ചാർജ് ഒരു 130 രൂപ വാങ്ങിക്കുന്നത്. നമ്മളെ വണ്ടികളൊന്നും കൊണ്ട് വരാൻ പറ്റത്തില്ല. നല്ല ടേണിംഗ് റേഡിയസ് ഉള്ള അല്ലെങ്കിൽ ചേസ് നീളം കുറഞ്ഞ വണ്ടികളാണ് ഇവിടെ കയറി പോകാൻ ചാൻസ് ഉള്ളത്. എങ്ങനെയുണ്ട് യാത്ര? സൂപ്പറാണോ? കൊള്ളാമോ? നമ്മൾ പാസ് ചെയ്ത് പോണ വഴിയാണ് ഈ താഴെ ഉള്ളത്. നമ്മളെ അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക. ഇതിലുള്ള ചെറിയ നല്ല എക്സ്പീരിയൻസ് ആണ്. റോഡ് കിടക്കണം കുഴപ്പമില്ല. വണ്ടി അവിടെ നിന്ന് എടുത്ത് തൊട്ട് ഫസ്റ്റ് ഗിയർ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ക്ലച്ചിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാക്കിയില്ല. ഒരു സ്ട്രൈറ്റ് ടച്ച് ടെറൈനാണ് കേട്ടോ. ഇവിടെ ഒരു കയറ്റം ഫ്രണ്ട് കിടപ്പുണ്ട്. കയറ്റം അല്ല, കംപ്ലീറ്റ് കല്ലുകളും കല്ല് കുഴിയുമാണ്. അപ്പോൾ അത് 10-70% മുകളിലെത്തിയിട്ടുണ്ട്. ഈ ഇതിങ്ങനെ കയറി പോകുന്നത് ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റിലേക്കാണ്. അതിമനോഹരമായ വ്യൂവാണ് ഇവിടെ. പുൽമേടും അപ്പം നമ്മളങ്ങനെ ഇവിടുത്തെ ഒരു വ്യൂ പോയിൻ്റാണ്, ഏറ്റവും മുകളിലെത്തിയൊരു വ്യൂ പോയിൻ്റ്. അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ കണ്ട ഈ സൈഡ് കണ്ടാലാണ് നമുക്ക് അതിൻ്റെ യഥാർത്ഥ ഹൈറ്റൊക്കെ മനസ്സിലാവുന്നത്. ഇവിടെ ഫുള്ള് വലിയ കുഴിയാണ്. ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടോ? അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്നുള്ളത്. അപ്പൊ നമുക്ക് നേരെ അടുത്ത് ലാസ്റ്റ് പോയിന്റിൽ പോവാം. ഇവിടെ നിന്ന് ഈ ഇറക്കം ഇറങ്ങി അടുത്തൊരു കയറ്റം കയറി പോകുമ്പോൾ നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എത്തും. മനോഹരമായ കാഴ്ചകൾ പ്രത്യേകത ഈ ഒരു മലയുടെ സൈഡിൽ കൂടെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. കുടജാദ്രിയിൽ പോകുന്ന വഴിയാണ്. ഇതിലുള്ള
പക്ഷെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നല്ല ആഴമുള്ള ഗർത്തമാണ്. ഒക്കെയാണ് ഒക്കെയുടെ സൈഡിൽ കൂടെയാണ്. നമ്മളെ കുടജാദ്രിയിലെ മുകളിൽ ഈ പത്തന സ്ഥലങ്ങൾ എത്തിയിട്ടുണ്ട്. ഇറങ്ങിക്കോ. അമ്മ എങ്ങനെയുണ്ട്? അമ്മോ ജീപ്പ് യാത്ര എങ്ങനെയുണ്ട്? കൊള്ളാമോ? സൂപ്പർ. മൂകാംബിക മൂലസ്ഥാനം ഇതാണ് കുടജാദ്രി. അപ്പോഴേ നമുക്ക് സമയം ഇപ്പൊ 12 മണിയായി. 1:30 വരെ ജീപ്പ് അവിടെ വെയിറ്റ് ചെയ്യുള്ളൂ കേട്ടോ. 1.5 മണിക്കൂർ കൊണ്ട് പോയിട്ട് തിരിച്ചു വരണം. ഇവിടത്തെ വെള്ളം നോക്ക്, ഇതൊക്കെ ഊറ്റാണേ. എന്ത് തണുപ്പാ നോക്ക്. കിട്ടുമോ വെള്ളം? ഇവിടെ ഒരു ചെറിയൊരു കുളം ഇവരുണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് കുറേ മീനുകളും കിടപ്പുണ്ട്. നമ്മൾ പതുക്കെ പതുക്കെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കയറി ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ അങ്ങ് മുകളിൽ വരെ കയറണം. ഇതാണ് വഴി. നമ്മൾ കുറച്ച് ദൂരം മുകളിലോട്ട് കയറിയപ്പോൾ ഉള്ള വ്യൂ ആണ്. ആളുകൾ തിരിച്ച് താഴോട്ട് ഇറങ്ങി പോകുന്നുണ്ട. നമുക്കിനി തിരിച്ച് വീണ്ടും മുകളിലോട്ട് കയറി പോവാം. അവർ രണ്ടുപേരും കുറച്ച് മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. ചെറുതായിട്ട് കിതച്ചു തുടങ്ങി. മനോഹരമായ വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ വ്യൂ ആണ്. 360 വ്യൂ ഉണ്ടാ. കയറിക്കോ. അമ്മ പറന്ന് കയറുന്നുണ്ടല്ലേ? അറ്റത്തോട്ട് പോകണം. ആ കുഴപ്പമില്ല, പേടിക്കണ്ട. നോക്കട്ടെ. ആ കൊള്ളാം അല്ലേ? നമ്മൾ വീണ്ടും നടന്ന് ഒരു പൊക്കമുള്ള സ്ഥലത്തെത്തി. ഇവിടെ നിന്ന് ഇനി അപ്പുറത്തെ മലയിൽ അവിടെ കുറച്ച് മണ്ണ് പോലെ കാണുന്നില്ലേ, അത് നടന്നു പോകുന്ന വഴിയാണ്. ഇവിടെ നിന്ന് അതുവരെ ഇനി കയറ്റമൊന്നുമില്ല. ഞാൻ നടന്നു പോകുന്ന ഈ വഴി കേട്ടോ, ഇതിൻ്റെ ഒരു സൈഡിൽ അഗാധമായ ഗർത്തമാണ്. ഇവിടുത്തെ അവസ്ഥ രസമാണ് കേട്ടോ. ഭയങ്കര മൈൻഡിനെയൊക്കെ റീസെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കിതക്കിനുണ്ട് ചെറുതായിട്ട്. നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്യൂ ഉണ്ടല്ലോ, ഇത് എത്ര കാണിച്ചാലും എനിക്ക് മതി വരുന്നില്ല. മരങ്ങളൊക്കെ നിൽക്കണണ്ട. ഒരു മരം ഉണങ്ങി നിൽക്കണണ്ട. ഭയങ്കര രസം, അടിപൊളി. നമ്മൾ നടന്നു വന്ന വഴിയാണ് ഞാൻ കാണുന്നത്. നമ്മളിപ്പോൾ ഇവിടെ എത്തി. അപ്പുറത്തെ മലയിൽ നിന്ന് നമ്മൾ ആദ്യം കണ്ട സ്ഥലമെത്തി. ഒരു ദോ പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമുക്ക് മുകളിലോട്ട് കയറാം. നടന്ന് ഒരു ഗുഹയ്ക്കകത്ത് എത്തിയേട്ടാ. ഇവിടെ കുറച്ച് കാടാണ്. ചീവിടിൻ്റെ ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ. ഇതുവഴിയാണ് നമ്മൾ വന്നത്. നമുക്കിനി ഇതുവഴിയാണ് നമുക്ക് പോകാനുള്ളത് കേട്ടോ. നമ്മൾ ഏകദേശം മുകളിലെത്തിയിട്ടുണ്ട്. ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു 75%. ഞാൻ അവരടുത്ത് എത്തി അതുവരെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോവാണ്. നമുക്ക് ബാക്കിയും കൂടെ കയറാം. നമ്മൾ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അതികഠിനമായ നടത്തത്തിന് ശേഷം നമ്മൾ സർവജ്ഞ പീഠത്തിൻ്റെ അവിടെ എത്തി. ഈ കാണുന്നതാണ് ശങ്കരാചാര്യർ തപസ് ചെയ്ത സർവജ്ഞ പീഠം. അങ്ങനെ നമ്മൾ സർവജ്ഞ പീഠത്തിലെത്തി. ശങ്കരാചാര്യർ തപസ് ചെയ്ത സർവജ്ഞ പീഠം. ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഒത്തിരി ആളുകളുണ്ടായിരുന്നു. അവരെല്ലാം ഇപ്പോൾ താഴ്ത്തു പോയതുള്ളൂ. ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഒത്തിരി ബുദ്ധിമുട്ടിയല്ലേ ഇവിടെ എത്താൻ വേണ്ടി. നല്ല ടഫായിരുന്നു. പിന്നെ ഉച്ച സമയമാണ്. അങ്ങനെ എൻ്റെ ഭാര്യ
വളരെ കഷ്ടപ്പെട്ട് എത്താൻ പറ്റുമെന്ന് വിചാരിച്ചല്ലേ ഇതുവരെ. തളർന്ന് ഇരുന്ന് പോയി. പിന്നെ എങ്ങനെയോ ഞാൻ അതുവരെ പോയിരിക്കുക, അപ്പുറത്ത് പോയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് വന്നതാണ്. എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇതുവരെ ഇവിടെ കൊണ്ടുവരാൻ പറ്റിയതിൽ. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇവിടെ നിന്ന് അതൊക്കെ താഴോട്ടിറങ്ങാം. അങ്ങനെ ഞങ്ങൾ സർവജ്ഞപീഠത്തിൽ നിന്ന് തിരിച്ച് താഴേക്ക് ഇറങ്ങുവാണേ. അന്യായ വ്യൂ ആണ് ഇവിടെ നിന്നുള്ള വ്യൂ. ഇത് കുറച്ച് ഒന്ന് കോട പോലെ പിടിച്ചിട്ടുണ്ട്, എന്നാലും കൊള്ളാം. ഞങ്ങൾ തിരിച്ച് വണ്ടി കയറി താഴോട്ടിറങ്ങി തുടങ്ങിയപ്പോൾ ജീപ്പിലെ യാത്ര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് താഴത്തെ ഫോറസ്റ്റിൻ്റെ അവിടെ എത്തി. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ വണ്ടി കിടക്കുന്ന സ്ഥലത്തെത്താൻ വേണ്ടി. നമ്മളെ വണ്ടി ഇതാ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങാം. വണ്ടിയിൽ നിന്ന് ഇറങ്ങി 3 പേരും സത്യം പറഞ്ഞാൽ തളർന്ന് പിരിന്ന് നിൽക്കുകയാണ്. അപ്പം നമുക്ക് ഇനി വീണ്ടും തിരിച്ച് മൂകാംബിക നമ്മുടെ ഹോട്ടലിലോട്ട് പോകണം.